നമസ്കാരം, ഞാൻ രജനി ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാനൊരുങ്ങി മനാമ മുനിസിപ്പാലിറ്റി. ബഹ്റൈനിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാനൊരുങ്ങി തലസ്ഥാനമായ മനാമ മുനിസിപ്പാലിറ്റി. സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സിത്രയിലെ സ്ഥലം ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ മുഹമ്മദ് സാദ് അൽ സഹ്ലിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ജനപ്രതിനിധി സഭ കൗൺസിൽ അംഗം ജലീല അൽ സയ്യിദ്, ബാബ്കോ റിഫൈനറി മോഡേണൈസേഷൻ പ്രൊജക്ട് ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ് ഡയറക്ടർ അഹമ്മദ് ഖലീൽ, ബാബ്കോ എനർജിയുടെ കീഴിലുള്ള ബാബ്കോ റിഫൈനിംഗ് കമ്പനിയിലെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ജീവിത നിലവാരം ഉയർത്തുകയും യുവാക്കൾക്ക് സ്പോർട്സ് പരിശീലിക്കാൻ സുരക്ഷിതവും നന്നായി സജ്ജീകരിച്ചതുമായ അന്തരീക്ഷം നൽകുകയും ചെയ്ത കമ്മ്യൂണിറ്റി സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കാനുള്ള മുനിസിപ്പാലിറ്റിയുടെ കാഴ്ചപ്പാടുമായി ഈ പദ്ധതി യോജിക്കുന്നുവെന്ന് അൽ സഹ്ലി പറഞ്ഞു. അനധികൃത തൊഴിലാളികളെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കി ബഹ്റൈൻ. ഒരാഴ്ചയിൽ 130 പേരെ നാടുകടത്തി. അനധികൃത തൊഴിലാളികളെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കി ബഹ്റൈൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ 130 അനധികൃത തൊഴിലാളികളെയാണ് രാജ്യത്ത് നിന്ന് നാടുകടത്തിയത്. ബഹ്റൈൻ ലേബർ മാർക്കറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. ഈ മാസം 3 മുതൽ 9 വരെയുള്ള കാലയളവിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി നടത്തിയ പരിശോധനയിൽ വ്യാപകമായ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. 1089 ക്യാമ്പയിനുകളും പരിശോധനകളുമാണ് ഇക്കാലയളവിൽ നടത്തിയത്. നിരവധി പ്രവാസികളും പരിശോധനയിൽ പിടിയിലായി. 2 ഘട്ടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 130 അനധികൃത തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരാണ് ഇതിൽ ഏറെയും. കടുത്ത നിയമലംഘനം നടത്തിയ നിരവധി പ്രവാസികളെയും രാജ്യത്തു നിന്ന് നാടുകടത്തി. പൗരത്വം, പാസ്പോർട്ട്, താമസം, സുരക്ഷാ വകുപ്പുകൾ, ജനറൽ സോഷ്യൽ സെക്യൂരിറ്റി അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു സംയുക്ത പരിശോധന നടന്നത്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും നിയമലംഘകർ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും ലേബർ മാർക്കറ്റ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഗൾഫ് മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ബഹ്റൈനിലെത്തിച്ച് US. ഗൾഫ് മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നായ USS നിമിറ്റ്സിനെ ബഹ്റൈനിലെത്തിച്ചാണ് US കവചമൊരുക്കുന്നത്. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി മുന്നിൽ കണ്ട് മേഖലയിലൊട്ടാകെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ആണ് അമേരിക്ക US നിമിറ്റ്സ് എന്ന ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ബഹ്റൈനിലെത്തിച്ചത്. രാജ്യത്തെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്ത് എത്തിയ ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലിൽ 5000-ലധികം നാവികരാണ് ഉള്ളത്. F-18 സൂപ്പർ ജെറ്റുകളും അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ളവയും ആയിട്ടാണ് വിമാനവാഹിനി കപ്പലിന്റെ വരവ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലും യമനിൽ പ്രവർത്തിക്കുന്ന ഹൂതി വിമതർക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് US നിമിറ്റ്സിനെ ബഹ്റൈനിൽ എത്തിച്ചത്. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നേട്ടം 2025 വിദ്യാഭ്യാസ മികവിന് വോയിസ് ഓഫ് ആലപ്പിയുടെ ആദരവ്.
ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക സേവന മേഖലകളിൽ നിറസാന്നിധ്യമായ വോയിസ് ഓഫ് അലപ്പി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു. നേട്ടം 2025 എന്ന പേരിൽ ട്യൂബ്ലിയിലെ ലയാലി വില്ലയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വോയിസ് ഓഫ് അലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം ആശംസിച്ചു. നേട്ടം എന്ന പേരിൽ എല്ലാ വർഷവും ആദരവ് സംഘടിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത കുട്ടികൾ മനസ്സിലാക്കാനുമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ധനേഷ് മുരളി അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷനായി. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മൗറിഷ് വർഗീസ് മോൻസി, ശരണ്യ ജയൻ, അരുണിമ യു, അൽഫോൺസ ട്രീസ സോബി, അലീന റജി, ഫാത്തിമ ഷെമീസ് എന്നിവരെയും +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ജഗൻ പി കൃഷ്ണ, മിഥുൻ TR എന്നിവരെയുമാണ് നേട്ടം 2025 നൽകി ആദരിച്ചത്. ബഹ്റൈനിലുള്ള കുട്ടികളും നാട്ടിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളും ചടങ്ങിൽ വച്ച് ആദരവ് ഏറ്റുവാങ്ങി. വോയിസ് ഓഫ് അലപ്പി ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏരിയ ഭാരവാഹികൾ, ലേഡീസ് വിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ 100ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. വോയിസ് ഓഫ് അലപ്പി ട്രഷററും നേട്ടം 2025 കോർഡിനേറ്ററുമായിരുന്ന ബോണി മുളപ്പാംപള്ളി എല്ലാവർക്കും നന്ദി അറിയിച്ചു. ബഹ്റൈൻ AKCCയുടെ ജയ് ഹോ നാളെ റിലീസ് ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ലിൻസ മീഡിയയുടെ സഹായത്തോടെ ബഹ്റൈൻ AKCC അണിയിച്ചൊരുക്കുന്ന ജയ് ഹോ നാളെ റിലീസ് ചെയ്യും. വിനോദ് ആറ്റിങ്ങൽ സംവിധാനം ചെയ്ത് ബഹ്റൈനിലെ ഒരു കൂട്ടം കലാകാരന്മാർ അഭിനയിച്ച ഈ മ്യൂസിക് ആൽബം പൂർണ്ണമായും ബഹ്റൈനിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ബഹ്റൈനിൽ നിന്നും ദേശഭക്തി ഗാന വീഡിയോ ആൽബം അണിയിച്ചൊരുക്കിയത്. ഡോക്ടർ PV ജയദേവൻ രചിച്ച അതിമനോഹരമായ ഗാനത്തിന് നിസാം ബഷീറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ലിനി സ്റ്റാൻലിയും സച്ചിനും നിസാം ബഷീറും അതിമനോഹരമായി ആലപിച്ചിരിക്കുന്ന ഈ ഗാനത്തിന് ദൃശ്യ ചാരുതയേകിയത് ജേക്കബ് ക്രിയേറ്റീവ് ബീസ് ആണ്. ബഹ്റൈനിലെ സാമൂഹ്യ പ്രവർത്തകരുടെ സഹകരണത്തോടെ ബഹ്റൈൻ AKCC ഒരുക്കിയ മ്യൂസിക് ആൽബത്തിന്റെ സംവിധാന സഹായികൾ സ്റ്റാൻലിൻ തോമസും ചാൾസ് ആലുക്കയുമാണ്. ബഹ്റൈൻ കേരള സമാജം കുട്ടികളുടെ വിഭാഗത്തിന്റെ ഇൻഡക്ഷൻ ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച വൈകുന്നേരം കേരളീയ സമാജത്തിൽ വെച്ച് നടന്നു. ചിൽഡ്രൻസ് വിങ്ങിന്റെ പുതിയ കമ്മിറ്റി പ്രവർത്തന ഉദ്ഘാടനവും ചിൽഡ്രൻസ് വിങ്ങിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഇൻഡക്ഷനും പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ കമൽ നിർവഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ ശ്രീ കമലിന് മെമ്മന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ബഹ്റൈൻ കേരളീയ സമാജം ആദരിച്ചു. ശ്രീ ഹരീഷ് മേനൻ സംവിധാനവും ശ്രീ ഫിറോസ് തിരുവത്ര രചനയും നിർവഹിച്ച കുട്ടികളുടെ നാടകം ലിറ്റിൽ പുൽഗ പ്രമേയത്തിലെ പുതുമ കൊണ്ടും അവതരണത്തിലെ വ്യത്യസ്തത കൊണ്ടും പ്രത്യേക പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ശ്രീ സനൽകുമാർ ചാലക്കുടി, ശ്രീ ആഷിഖ് അലി, ശ്രീ ശ്രീജിത്ത് ഫെറോക്ക് എന്നിവർ ഏകോപിപ്പിച്ച ചിൽഡ്രൻസ് വിങ്ങിനെ കുട്ടികൾ അവതരിപ്പിച്ച കമൽ ട്രിബ്യൂട്ട് സോങ് അതീവ ഹൃദ്യവും കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റുന്നതുമായി. പ്രിയംവദ, ഇഷ ആഷിഖ്, പുണ്യ ഷാജി, അലൻ റജി, അലിൻ ബാബു എന്നിവർ ട്രിബ്യൂട്ട് സോങ്ങിൽ പങ്കെടുത്തു. ശ്രീ ഹാഷിം ചാരുമൂടിന്റെ സംവിധാനത്തിൽ ചിൽഡ്രൻസ് വിങ്ങിലെ ചെറിയ കുട്ടികൾ അവതരിപ്പിച്ച സിനി ടോക്ക് ശ്രദ്ധേയമായി. ബഹ്റൈൻ കേരള സമാജം പ്രസിഡന്റ് ശ്രീ PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശ്രീ വർഗീസ് കാരക്കൽ സ്വാഗതം പറഞ്ഞു. ചിൽഡ്രൻസ് വിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അയാന സുജിത്, സെക്രട്ടറി പ്രിയംവദ NS എന്നിവർ വേദിയിൽ സന്നിധരായിരുന്നു. പ്രോഗ്രാം കൺവീനർ ശ്രീ അഭിലാഷ് വെള്ളുക്കൈ നന്ദി അറിയിച്ചു. പ്രോഗ്രാം വൻ വിജയമാക്കുന്നതിൽ പങ്കുവഹിച്ച എല്ലാവരോടും ഉള്ള നന്ദി വൈസ് പ്രസിഡന്റ് ശ്രീ ദിലീഷ് കുമാർ അറിയിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നൗക ബഹ്റൈൻ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു.
ബഹ്റൈൻ നൗക്കയുടെ നേതൃത്വത്തിൽ BMCയുടെ സഹകരണത്തോടെ നടത്തുന്ന കലയിലൂടെ ഹൃദയങ്ങളിലേക്ക് സമന്വയം 2025 എന്ന കലാ സാംസ്കാരിക പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ഇന്ത്യൻ ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. 3 മാസങ്ങളിലായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന സമന്വയം 2025ന്റെ പോസ്റ്റർ പ്രകാശനം ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മിസ്റ്റർ കാസിയസ് പെരേര, സമന്വയം 2025ന്റെ മുഖ്യ രക്ഷാധികാരി ഡോക്ടർ PV ചൊറിയാന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. നൗക ബഹ്റൈൻ സെക്രട്ടറി മിസസ് അശ്വതി മിഥുൻ സ്വാഗതവും ബിനുകുമാർ കൈനാട്ടി അധ്യക്ഷത വഹിക്കുകയും ചെയ്ത ചടങ്ങിൽ ബഹ്റൈനിലെ വിവിധ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളായ SV ബഷീർ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, ചെമ്പൻ ജലാൽ, റഫീഖ് നാദാപുരം, UK ബാലൻ, അരുൺ പ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സമന്വയം 2025ന്റെ പ്രോഗ്രാം കൺവീനർ മഹേഷ് പൂത്തോളി ചടങ്ങിൽ നന്ദി പറഞ്ഞു. കേരളത്തിന്റെ ഹില്ലി അക്വ ദുബായിലേക്ക്. ഇന്ത്യയിൽ ആദ്യമായി ബയോഡിഗ്രേഡബിൾ കുപ്പികളിൽ കുടിവെള്ളം. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കുപ്പിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വ ദുബായിലേക്ക് കയറ്റുമതി ആരംഭിച്ചു. ദക്ഷിണേന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് കുപ്പിവെള്ളം കയറ്റുമതി ചെയ്യുക എന്ന നേട്ടം ഇതോടെ സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള കുപ്പിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വ സ്വന്തമാക്കി. പരീക്ഷണാടിസ്ഥാനത്തിൽ 2 കണ്ടെയ്നർ കുപ്പിവെള്ളം ഇതിനോടകം ദുബായിലേക്ക് കയറ്റുമതി ചെയ്തു കഴിഞ്ഞു. UAE, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് തുടങ്ങി GCC രാജ്യങ്ങളിലേക്ക് ഹില്ലി അക്വയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാൻ ചർച്ചകൾ നടന്നുവരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷ ശക്തമാക്കി. ഓഗസ്റ്റ് 20 വരെ ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കില്ല. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൊച്ചി വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധന കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരെയും ബാഗേജുകളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ്. സാധാരണയുള്ള സുരക്ഷാ പരിശോധനകൾക്ക് പുറമെ വിമാനത്തിൽ കയറുന്നതിന് തൊട്ടു മുൻപും യാത്രക്കാരെ വീണ്ടും പരിശോധിക്കുന്നുണ്ട്. പരിശോധനകൾക്കായി കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ യാത്രക്കാർ നേരത്തെ വിമാനത്താവളത്തിൽ എത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.